നേരത്തെ സൂചനകൾ വന്നിരുന്നത് പോലെ തന്നെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കേരളത്തിൽ ഫുട്ബോൾ കളിക്കാൻ എത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഈ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത വർഷമാണ് ഈ മത്സരം നടക്കുക. സൂപ്പർ താരം ലയണൽ മെസ്സി അടങ്ങിയ അർജന്റീന ടീമാണ് കേരളത്തിലേക്ക് വരുന്നത്. 1.5 മാസത്തിനകം അർജന്റീന ഫുട്ബോൾ അധികൃതർ കേരളത്തിലെത്തും. മത്സരം 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും നടക്കുക. മത്സര തീയതി AFA ആയിരിക്കും പ്രഖ്യാപിക്കുക. ഭീമമായ ചെലവാണ് അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായി വരിക. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനും സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുമായി ചർച്ചകൾ നടത്തിയെന്നും ഇവരൊന്നിച്ച് ഈ മത്സരം നടത്താനുള്ള സന്നദ്ധത അറിയിച്ചെന്നും പറഞ്ഞ കായിക മന്ത്രി സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കും ഈ മത്സരമെന്നും പറഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ തീയതിയും എതിർ ടീം ആരെന്ന കാര്യവും പിന്നീട് മാത്രമേ തീരുമാനിക്കൂ. ഏഷ്യയിലെ കരുത്തരായ ടീമുകളെ തന്നെ ഈ മത്സരങ്ങൾക്ക് എത്തിക്കാനാണ് സാധ്യത. മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയമായിരുന്നു നേരത്തെ ഈ മത്സരത്തിനായി ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പയ്യനാട് സ്റ്റേഡിയത്തിന് സാധിക്കില്ല എന്നതുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ മത്സരം നടക്കുന്നതിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിൽ കളിക്കാനെത്തുന്നത് ഇന്ത്യൻ ഫുട്ബോളിലും വലിയ സംഭവമാകും. ഇത് 2ാം തവണയാണ് മെസ്സി ഇന്ത്യയിൽ കളിക്കാനെത്തുന്നത്. ഇതിനു മുമ്പ് 2011 കൊൽക്കത്തയിൽ വെച്ച് നടന്ന അർജന്റീന വെനസ്വേല സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നു. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ കേരളത്തിലേക്ക് കളിക്കാനെത്തിക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം ജനുവരിയിൽ ഇത് സംബന്ധിച്ച് ചില സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് അപ്ഡേറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേരളത്തിലേക്ക് ഇവർ കളിക്കാൻ എത്തുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. 2 മത്സരങ്ങളായിരിക്കും അർജന്റീന കേരളത്തിൽ കളിക്കുക എന്നാണ് മുമ്പ് വന്നിട്ടുള്ള സൂചന. മെസ്സി അടക്കമുള്ള അർജന്റീന ദേശീയ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയില്ല എന്ന കാരണം കൊണ്ട് ഇന്ത്യ ആ അവസരം നഷ്ടപ്പെടുത്തി എന്ന വാർത്ത മുൻപ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ നിരാശപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും നീലപ്പടയുടെ ആരാധകരിൽ സൃഷ്ടിച്ച ഈ നിരാശയാണ് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ പ്രേരകമായത്. ഖത്തർ ലോകകപ്പ് സമയത്ത് കേരളത്തെ നീലക്കടലാക്കി മാറ്റിയ ഫുട്ബോൾ പ്രേമികളോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്ഷണം അർജന്റീന സ്വീകരിക്കുകയായിരുന്നു. സൗഹൃദ മത്സരത്തിന്റെ സാധ്യതകളും കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാവുന്ന വിവിധ തലങ്ങളും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി മുൻപ് നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ലയണൽ മെസ്സിയും അർജന്റീനയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മുന്നേറുക കൂടിയാണ്. തുടർച്ചയായി 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിക്കഴിഞ്ഞ ടീം 2022 ഖത്തറിൽ നടന്ന ലോകകപ്പിലും ചാമ്പ്യന്മാരായി. നിലവിലുള്ള 2026 ലോകകപ്പിനായുള്ള യോഗ്യതാ മത്സരങ്ങളിലും മികച്ച ഫോമിലാണ് അർജന്റീന. യോഗ്യതാ റൗണ്ടിൽ 12 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 25 പോയിന്റുമായി ഒന്നാമതാണ് മെസ്സിയും സംഘവും.